മഹേഷിന്റെ പ്രതികാരത്തിന് വേണ്ടി നല്ല പടമാണ്. A movie starring the no expression star മഹേഷ് ബാബു. ഇങ്ങനെയുടെ അഭിനയം ഒരു മോഡേൺ ആർട്ട് പോലെയാണ്. കാണുന്നവൻ ഊഹിച്ചെടുക്കണം എന്തായിരുന്നു എക്സ്പ്രഷൻ എന്ന്. ഉദാഹരണത്തിന് ഈ എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്ക് ഇത്തിരി കലിപ്പാണെന്നല്ലേ തോന്നുക. ഇനി നമുക്കിതൊന്ന് മ്യൂസിക് ഇട്ട് കണ്ടോക്കാം. അതൊരു റൊമാൻറ്റിക് സീനായിരുന്നു. സോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സിനിമയാണ് സർക്കാർ വാരിപ്പാട്ട. അപ്പൊ പടം തുടങ്ങുമ്പോൾ തന്നെ മഹേഷ് ഏട്ടന്റെ ചെറുപ്പകാലം കാണിച്ചുകൊണ്ടാണ്. ഒരു ദരിദ്ര കുടുംബത്തിലായിരുന്നു മഹേഷിന്റെ ജനനം. അതുകൊണ്ട് തന്നെ കടം വാങ്ങിയ പൈസ തിരിച്ചടയ്ക്കാൻ പറ്റാതെ മഹേഷിന്റെ മമ്മിയും ഡാഡിയും ആ ചെറിയ മഹേഷിനെ ഒറ്റയ്ക്കൊക്കെ ആത്മഹത്യ ചെയ്യും. വളരെ മികച്ചൊരു പാരന്റ്സ്. പക്ഷെ അവർ മരിക്കുന്നതിന് മുന്നേ മഹേഷിന് ജീവിക്കാൻ വേണ്ടി ഒരു എമൗണ്ട് അവിടെ വെച്ചിട്ടാണ് അവർ മരിച്ചത്. എമൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ മോശമില്ലാത്തൊരു സംഖ്യ തന്നെ അവർ അവന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. മോശമില്ലാത്തൊരു സംഖ്യ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ദാ മഹേഷിന്റെ ചെറുപ്പം അഭിനയിച്ച ഈ ചെറുക്കനില്ലേ ഒരു ബ്രില്യന്റ് ആക്ടറാണ്. കാരണം എന്താന്ന് വെച്ചാൽ അവൻ എല്ലാ സീനിലും ഒരേ എക്സ്പ്രഷനെ കൊടുക്കത്തുള്ളൂ. ഉദാഹരണത്തിന് അവന്റെ ഡാഡി കടം തീർക്കാൻ പറ്റാതെ നിൽക്കുമ്പോൾ ഒരേ റിയാക്ഷൻ. അവന്റെ ഡാഡിയും മമ്മിയും ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ ഒരേ റിയാക്ഷൻ. ഇനി അവന്റെ ഡാഡിയും മമ്മിയും തൂങ്ങി മരിച്ചത് കണ്ടു നിൽക്കുമ്പോൾ ഒരു മാറ്റവുമില്ല, അതേ റിയാക്ഷൻ. ഇതുകൊണ്ടാണ് ഞാൻ അവനൊരു ബ്രില്യന്റ് ആക്ടറാണെന്ന് പറഞ്ഞത്. കാരണം ഷൂട്ടിങ്ങിന് മുന്നേ അവൻ താൻ അഭിനയിക്കുന്നത് സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവിന്റെ ചെറുപ്പകാലമാണെന്ന് മനസ്സിലാക്കിയിരുന്നു. അപ്പൊ അവൻ വിചാരിച്ചു, ഞാൻ ഇവിടെ കിടന്ന് എന്ത് മലം മറിച്ചിട്ടും ഒരു കാര്യവുമില്ല, അങ്ങേരി എക്സ്പ്രഷൻ ഒന്നും ഇടാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കി ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടി ഈ ചെറുക്കൻ ഈ ലൈൻ പിടിച്ചതാണ്. സോ ഗൈസ്, അങ്ങനെ ഡാഡിയും മമ്മിയും കടം കയറി മരിച്ച കുട്ടി മഹേശൻ അവന് കിട്ടിയ ആ 1 രൂപയും വെച്ച് ശിവാജിയെ പോലെ അധ്വാനിച്ച് കോടികൾ ഉണ്ടാക്കി അങ്ങ് അമേരിക്കയിൽ പോയി പൈസ പലിശയ്ക്ക് കടം കൊടുക്കുന്ന ഒരു ബ്ലേഡ് മഹേശനായി മാറുകയാണ്. മഹി ഫൈനാൻസ് കോർപ്പറേഷൻ. അപ്പൊ നായകന്റെ ഇൻട്രോ അല്ലേ, അതുകൊണ്ട് ഒരു ഫൈറ്റ് വേണമല്ലോ. സോ കുറച്ച് അമേരിക്കൻ ഗുണ്ടകൾ മഹേഷിനെ അടിച്ചിടാൻ വേണ്ടി വരികയാണ്. ഈ ഫൈറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താന്ന് വെച്ചാൽ അടിക്കാൻ വേണ്ടി വന്നതൊക്കെ അമേരിക്കൻ ഗുണ്ടകളാണല്ലോ. ഒരു അമേരിക്കൻ ഡോളർ എന്ന് വെച്ചാൽ അന്ന് കാലത്ത് 72 രൂപയാണ്. I'm an Indian. $1 is equal to 72 rupees. അതുകൊണ്ട് മഹേഷേട്ടനെ അമേരിക്കൻ ഗുണ്ടകൾ ഒരടി അടിച്ചാൽ മഹേഷേട്ടൻ തിരിച്ച് 72 എണ്ണം അടിക്കുമത്രേ. That means if you give me 1, I'll have to give you 72 back. And he literally did that. എന്റെ ദേഹത്ത് വീണ ഓരോ ഇടിയുടെ കണക്ക് താൻ എണ്ണി പറയും. അവസാനം അവന്മാരെ ഇടിച്ചു വീഴ്ത്തി ഒരു ബൈക്കും പറത്തിയിട്ട് മഹേഷേട്ടൻ നേരെ ഒരു ഡാൻസ് കളിക്കാൻ പോകും. ഈ പടത്തിൽ ബ്ലേഡ് മഹേശൻ ഒരു പ്രത്യേക ക്യാരക്ടറാണ്. അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ ഒരുത്തൻ മഹേശന്റെ കയ്യിൽ നിന്ന് ഒരു $25,000 കടം വാങ്ങിയിട്ട് തിരിച്ചടച്ചില്ല എന്ന് വിചാരിക്കും. അപ്പൊ അതാ ആ $25,000 വീണ്ടെടുക്കാൻ വേണ്ടി മഹേശൻ $1,00,000 മുടക്കി അമേരിക്കയിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് വരെ പോയി ഒരു യുദ്ധത്തിന്റെ ഇടയിൽ ചെന്ന് $25,000 വാങ്ങി തിരിച്ചു വരും. എനിക്ക് നഷ്ടപ്പെട്ട 3 കോടി വീണ്ടെടുക്കാൻ 5 കോടി മുടക്കാനും എനിക്ക് മടിയില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അങ്ങ് അമേരിക്കയിൽ കള്ളു കുടിച്ച് ചീട്ട് കളിച്ച് നടക്കുന്ന കീർത്തി സുരേഷിനെ കാണിക്കുന്നത്. ഇവൾ ഇങ്ങനെ കള്ളു കുടിച്ച് ചീട്ട് കളിച്ച് കയ്യിലെ പൈസ മൊത്തം തീരും. അങ്ങനെ അവസാനം ഒരു 10 ML അടിക്കാൻ വേണ്ടി അവൾ ഒരു ശാലീന സുന്ദരിയുടെ വേഷം കെട്ടി നമ്മുടെ മഹേഷിന്റെ അടുത്ത് പോയി കോളേജ് ഫീസ് അടയ്ക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് ഒരു $10,000 കടം വാങ്ങും. നിങ്ങളൊരു $10,000 കടം തന്ന എക്സാം ഫീസും അടച്ച് മാസ്റ്റേഴ്സിലെ ടോപ്പ് സ്കോർ ചെയ്യാൻ പറ്റും. ഇവിടെ മഹേഷിനാണെങ്കിലോ കീർത്തിയുടെയും മുല്ലപ്പൂവും ശാലീനതയും ഒക്കെ കണ്ട് അതിലങ്ങ് ഫ്ലാറ്റ് ആയി വീഴുകയാണ്. എന്നിട്ട് അവൾ ചോദിച്ച ഉടനെ തന്നെ പൈസ എടുത്ത് അങ്ങ് അള്ളി വീശും. അങ്ങനെ ഇങ്ങനെ പോകെയാണ് ഗാരുവിന് അത് മനസ്സിലാവുന്നത് ആ കീർത്തി നമ്മുടെ മഹേഷിനെ പറ്റിക്കുകയായിരുന്നെന്ന്. അവൾ അങ്ങേരുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിയത് കോളേജ് ഫീസ് അടയ്ക്കാനൊന്നുമല്ല, പകരം നല്ല പട്ടച്ചാരായവും പുഴുങ്ങിയ മുട്ടയും അടിച്ചു കയറ്റാനായിരുന്നു. അതറിഞ്ഞത് മഹേഷേട്ടൻ നേരെ കീർത്തിയെ വിളിച്ചു വരുത്തി ഒരു അടി വെച്ചങ്ങ് കൊടുക്കും. ആ അടി കൊണ്ടതും കീർത്തി അവളുടെ ഇന്ത്യയിലെ അധോലോക ഡോണായ ഡാഡിയെ വിളിക്കുകയാണ്. ഉടനെ തന്നെ കീർത്തിയുടെ ഡാഡി കീർത്തിയെ രക്ഷിക്കാൻ വേണ്ടി ഒരു ഹെലികോപ്റ്റർ വിട്ട് അവിടുന്ന് പോയില്ലെങ്കിൽ ഗാരുവിനെ വെടിവെക്കുമെന്നും പറഞ്ഞ് അവിടുന്ന് ഓടിക്കും. അങ്ങനെ ഈ സംഭവത്തിൽ അപമാനിതനായ മഹേഷേട്ടൻ കീർത്തിക്ക് കടം കൊടുത്ത $10,000 തിരിച്ചെടുക്കാൻ വേണ്ടി അങ്ങ് ഇന്ത്യയിലേക്ക് അവളുടെ അധോലോക ഡാഡി സമുദ്രക്കരയുടെ അടുത്തേക്ക് പോവുകയാണ്. ഇയാളെ പറ്റി പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. അതായത് ഇയാൾ ആരുടെങ്കിലും അടുത്തുനിന്ന് പൈസ കടം വാങ്ങിയാൽ പിന്നെ അത് തിരിച്ചു കൊടുക്കത്തേയില്ല. കടമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയും നിങ്ങൾക്ക്? കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാത്ത സാധനം.
പക്ഷെ ഇവിടെ നമ്മുടെ മഹേഷ് ഏട്ടനാണെങ്കിലോ കൊടുത്ത പൈസ തിരിച്ചു വാങ്ങിയേ അടങ്ങത്തുള്ളൂ. അങ്ങനെ ഈ കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കാത്തവനും കടം കൊടുത്താൽ തിരിച്ചു വാങ്ങിയേ അടങ്ങും എന്നുള്ളവനും തമ്മിലുള്ള ഒരു യുദ്ധമാണ് ഈ സിനിമ. സോ തന്റെ പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടി കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാത്ത സമുദ്രക്കനിയെ പല സ്ഥലത്തും വെച്ച് വെറുപ്പിക്കുകയാണ് മഹേഷ് ഏട്ടൻ. അങ്ങനെയുടെ ഓഫീസിൽ പോയി വെറുപ്പിക്കും. നിങ്ങളെ മോൾ എന്റെ അടുത്ത് $10,000 കടം വാങ്ങിയിട്ടുണ്ട്. പിന്നെ സമുദ്രക്കനി കാറിൽ പോകുമ്പോൾ വട്ടം കേറി നിന്ന് പൈസ തിരിച്ചു താടാ എന്നും പറഞ്ഞ് വെറുപ്പിക്കും. അങ്ങനെ ഈ വെറുപ്പിക്കലൊന്നും സഹിക്കാൻ വയ്യാത്ത സമുദ്രക്കനി ഒരു ദിവസം മഹേഷ് ഏട്ടൻ കടപ്പുറത്ത് കാറ്റ് കൊള്ളാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് കുറച്ച് ഗുണ്ടകളെ വിട്ട് മഹേഷ് ഏട്ടൻ ഒരു വലയിട്ട് പിടിച്ച് അടിച്ച് റൊട്ടിയാക്കി ഒരു ബോട്ടിൽ കെട്ടി കടലിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോഴേക്കും ബാബുവേട്ടൻ അവിടുന്ന് എങ്ങനെയൊക്കെയോ പൊളഞ്ഞെഴുന്നേറ്റ് ആ വലയൊക്കെ കീറി ആ കെട്ടി വലിച്ച കയറ് കീറി വലിച്ച് ആ ബോട്ടുകളൊക്കെ അങ്ങ് മറിച്ചിടും. ഭയങ്കരം തന്നെ. പിന്നീട് അവിടെ വമ്പൻ സംഘർഷം നടക്കുകയാണ്. അവസാനം അവിടെ ഉള്ളവന്മാരൊക്കെ അടിച്ചിട്ട് മഹേഷ് ഏട്ടൻ സമുദ്രക്കനിയെ വിളിച്ചൊരു വൺ ഡയലോഗാണ്. If whale dates a small fish, how it will be? Yes guys, ബാബുവേട്ടൻ is a whale. കണ്ടോ, ആ ബോട്ട് വരെ തകർന്നു പോയി. ഇതേപോലെ സമുദ്രക്കനിയുടെ ആൾക്കാരെ മൊത്തം മഹേഷ് ഏട്ടൻ ഉപദ്രവിക്കാണ്. ഒരുത്തന്റെ അണ്ണാക്കിലേക്ക് ഗ്ലാസ് വരെ തിരികെ കയറ്റും. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തിമിംഗലം ബാബുവിന്റെ അടുത്തേക്ക് ഞാൻ കാരണമാണല്ലോ ഇവനെ അക്രമമൊക്കെ കാണിക്കുന്നത്, സോ ഇവന്റെ ആ കടം ഞാൻ തന്നെ തീർക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ കീർത്തി മഹേഷ് ഏട്ടന്റെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ ആ കാമപരന്ത മഹേശൻ പറയും, നീ എന്റെ കൂടെ കിടന്നിട്ട് ആ $10,000 വീട്ടിക്കോ എന്ന്. ഇവളെ ഞാൻ രാവിലെ അയക്കാം. അങ്ങനെ നിസ്സഹായായ പെൺകുട്ടി ആ കടം വീട്ടാൻ കിടന്ന് പെടാപ്പാട് പെടുകയാണ്. അവസാനം ഇങ്ങനെ കിടന്ന് കീർത്തുവിന് മഹേഷ് ഏട്ടന്റെ കാലും മേത്ത് വെക്കാതെ ഉറക്കം വരാത്തൊരവസ്ഥ വരെ എത്തും. എന്റെ മേത്തൊന്ന് കാലിടും. ലാസ്റ്റ് അവരങ്ങോട്ട് സെറ്റ് ആവും. ഇങ്ങനെ ഒരു അവിഞ്ഞ പ്രണയകഥയൊക്കെ എങ്ങനെടാ എഴുതി പിടിപ്പിക്കാൻ പറ്റുന്നേ? സോ ഗൈസ്, അങ്ങനെ മഹേഷിന്റെ തന്റെ മോളോടുള്ള ഈ അക്രമമൊക്കെ കണ്ട് തിമിംഗലം മഹേഷിന്റെ യഥാർത്ഥ പവർ അറിയുന്ന സമുദ്രക്കനി അവനോട് പറയും, ഞാൻ നിന്റെ $10,000 അങ്ങ് തരാം, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, എന്റെ മോളെ നീ വെറുതെ വിടണം. മാത്രമല്ല ഞാനൊരു പ്രസ് മീറ്റ് വിളിക്കും, അതിൽ നീ നാട്ടുകാരോട് പറയണം ഞാൻ നിന്നെ പൈസ തരാണ്ട് പറ്റിച്ചിട്ടൊന്നുമില്ല എന്ന്. അപ്പൊ $10,000 തിരിച്ചു കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ മഹേഷ് ഏട്ടൻ അതിനങ്ങ് സമ്മതിക്കും. അങ്ങനെ സമുദ്രക്കനി പ്രസ് മീറ്റ് ഒക്കെ വിളിച്ചു കൂട്ടും. പക്ഷെ അത്ഭുതം എന്ന് പറയാമല്ലോ, പ്രസ് മീറ്റിന് കയറിയപ്പോൾ മഹേഷ് ഏട്ടൻ നേരെ ഉൾട്ടയടിക്കും. എന്നിട്ട് പറയും, ദാ ഈ സാമ്പദ്രോഹി സമുദ്രക്കനി എനിക്ക് $10,000 ഒന്നുമല്ല തരാനുള്ളത്, 10,000 കോടിയാണെന്ന്. 10,000 കോടിയാ? അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ മഹേഷിന്റെ പരിചയത്തിലുള്ള ഒരു ആന്റിയാണ് നദിയ മൊയ്തു. അവരാളൊരു ബാങ്ക് മാനേജറാണ്. ആ ആന്റിയുടെ അടുത്തുനിന്നാണ് സമുദ്രക്കന്യ ഒരു 10,000 കോടി ലോൺ എടുത്തിരിക്കുന്നത്. സോ അത് തിരിച്ചടയ്ക്കാൻ വേണ്ടി നദിയ മൊയ്തു സമുദ്രക്കന്യയോട് പറയും. പക്ഷെ അത് സമുദ്രക്കനിക്ക് ഇഷ്ടമാവില്ല. ഉടനെ തന്നെ സമുദ്രക്കന്യ നദിയ മൊയ്തുവിനെ പിടിച്ചൊരു കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ കയറ്റും. സോ അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് മഹേഷിന് ഈ പരിപാടിയൊക്കെ കാണിക്കുന്നത്. ഇനി ഇത്രയൊക്കെ റിസ്ക് എടുക്കാൻ ഈ മഹേഷിനും നദിയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ബന്ധവും ഇല്ല. ജസ്റ്റ് ഒന്ന് എയർപോർട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട്, അപ്പൊ തന്നെ അങ്ങോട്ട് രക്ഷിക്കാൻ തീരുമാനിച്ചു. സോ ഗൈസ്, ഇനി ആ 10,000 കോടി തിരിച്ചു പിടിക്കാൻ വേണ്ടി മഹേഷിന് ഒരു ബാങ്ക് നോട്ടീസ് ഒക്കെ ഉണ്ടാക്കി ഒരു പുതിയ ബാങ്ക് എംപ്ലോയിനെയും കൂട്ടി സമുദ്രക്കന്യയുടെ വീട്ടിലേക്ക് ആ നോട്ടീസ് കൊടുക്കാൻ വേണ്ടി ഒരു ലോറിയും എടുത്ത് പോവുകയാണ്. സമുദ്രക്കന്യയുടെ വീട്ടിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ മാരിയോ ഗെയിം കളിക്കുന്ന പോലെയാണ്. അത്രയും ലെവൽസ് ആണ്. ആദ്യം തന്നെ ആ ലോറിയും കൊണ്ട് 2 കാളവണ്ടി മുഴുവൻ ചോളം പിടിച്ച് തെറിപ്പിച്ച് പോകണം. അത് കഴിഞ്ഞാൽ പിന്നെ 2 വണ്ടി ഇഷ്ടിക, പിന്നെ കുറച്ച് ഡിഫിക്കൽട്ടി ലെവലാണ് ദി ഫയർ എസ്കേപ്പ്. അത് കഴിഞ്ഞാൽ മാൻകുട്ടി ചാടുന്ന പോലെ ആ ലോറിയും കൊണ്ട് സമുദ്രക്കനിയുടെ പാലസിന്റെ ഗേറ്റ് ചാടി വരണം. ഇതൊക്കെ എന്ത്? അടുത്ത ലെവൽ ആ പാലസിന്റെ ഉള്ളിലാണ്. ആ പാലസിന്റെ ഉള്ളിൽ കയറിയാൽ കുറച്ച് ഗുണ്ടകൾ വരും. അവരെയൊക്കെ ഇടിച്ച് റൊട്ടിയാക്കി ബാബു ഒരു മിനി കൂപ്പർ വരെ തെറിപ്പിച്ച് കളയും. പിന്നൊരു ഗുണ്ടേനെ കൊണ്ട് അവിടെ നിർത്തിയിട്ട് ഒരു BMW ടയർ വരെ ഊരിയെടുക്കും. അവസാനം ഇത്രയും അപരാധങ്ങൾക്കൊക്കെ ശേഷം ആ ബാങ്ക് നോട്ടീസ് സമുദ്രക്കനിക്ക് കൊടുത്തിട്ട് മര്യാദയ്ക്ക് താനെ 10,000 കോടി തിരിച്ചടച്ചോ എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഏട്ടൻ അവിടുന്ന് യാത്രയാവുകയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും, ഇത്രയും അപരാധങ്ങളൊക്കെ ഒരു മനുഷ്യൻ ഇങ്ങനെ നിന്ന് കണ്ടാൽ അയാൾ എങ്ങനെയെങ്കിലും ആ 10,000 കോടി ഒപ്പിച്ച് ആ ലോൺ മടിച്ച് മഹേഷിനെ അങ്ങ് ഒഴിവാക്കി വിടും എന്നല്ലേ. ബട്ട് ഗൈസ്, സമുദ്രക്കനി ഈസ് ഡിഫറെന്റ്. സമുദ്രക്കനി ആളൊരു അപരാധിഷ്ഠനാണ്. കുറച്ചും കൂടി അപരാധം കണ്ടാലേ ആ പൈസ തിരിച്ചടക്കൂ എന്ന് പറയും. അതോടെ അവസാനം ബാബുവേട്ടന്റെ ഒരു വീൽ ചെയർ ഫൈറ്റും കഴിഞ്ഞ്
മഹേഷ് ഏട്ടൻ നാട്ടുകാരെയൊക്കെ കൂട്ടി ഇവൻ ലോണ് തിരിച്ചടയ്ക്കുന്നില്ല എന്നും പറഞ്ഞ് സമുദ്രക്കനിയെ നാട്ടുകാരെ കൂട്ടി വട്ടം കൂടി തല്ലും. എന്നിട്ട് അങ്ങേരെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയി ഒരു ചായക്കടയിൽ ഇരുത്തി ആ 10,000 കോടി തിരിച്ചടയ്ക്കാൻ പറയും. അതോടെ സമുദ്രക്കനിക്ക് തൃപ്തിയായി. ഓക്കെ മോനെ, ഞാൻ ആ പൈസ തിരിച്ചടച്ചോളാം എന്ന് പറയും. പടം കഴിഞ്ഞ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBI5, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോരാൾ, അർജുനൻ, ബലറാം, വസുതാരദാസ്, ലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻട്രി കമ്പകൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്ര കണ്ണൂർ രാജകുമാരൻ, അവരുടെ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.